അങ്ങനെ ഒരുത്തിയുണ്ടോ? ഗാഥയെ പോലെ വേറൊരുത്തി? ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് കണ്ടുപിടിക്കാനാണോ രണ്ടും കൂടി ഗാഥയുടെ വീട്ടിലേക്ക് പോയത്? ആഭരണങ്ങൾ അണിഞ്ഞ് പുടവ കൊടുക്കുമ്പോ അവൾ ആ നിമിഷം പിടഞ്ഞു വീഴൂന്നല്ലേ പറഞ്ഞത്? അത് കാണാനല്ലേ കൊതിയോടെ രണ്ടാളും കൂടി എഴുന്നള്ളിയത്? എന്നിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നു. ഇപ്പതാ പുതിയൊരു കഥ. ഗാഥയെ പോലെ വേറൊരുത്തി. ഭ്രാന്താണോ രണ്ടുപേർക്കും? മോളെ, ഒരു പക്ഷേ സാധ്യത ഉണ്ടെന്നല്ലാതെ ആ തിരുമേനി തീർത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി താലികെട്ട് കഴിയട്ടെ, അവൾ നവീന്റെ വധുവാവട്ടെ. അത് കഴിയുമ്പോ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഇനി അവര് ജീവിക്കട്ടെ, അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ, നീ സമാധാനായിട്ടിരുന്നോ എന്നോട് പറഞ്ഞാ മതിയല്ലോ. അല്ല, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യമ്മേ, ഗാഥയെ പോലെ വേറൊരുത്തിയെ കൂടി കണ്ടുപിടിക്കും, നവീനെ പോലെ വേറെ ആരെങ്കിലും കൂടെ കണ്ടുപിടിക്കും. എന്നിട്ട് രണ്ട് വിവാഹവും കൂടി ഒന്നിച്ചങ്ങ് നടത്ത്. മനക്കോട്ട കെട്ടിക്കെട്ടി വട്ടായി രണ്ടെണ്ണത്തിനും. നവീന്റെ താലി കഴുത്തിൽ വീണ ആ നിമിഷം അവള് ചാവണം. അല്ലാതെ അവള് നവീനോടൊപ്പം ചേർന്ന് ഒരു നിമിഷം പോലും ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിന്റെ കണ്ണുനീരിന് അമ്മ വില തരാതിരിക്കില്ല. എന്താ ഇനി നീ ചെയ്യാൻ പോകുന്നത്? അതിപ്പോ നിങ്ങളാരും അറിയണ്ട. പറയാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാ. നിർമ്മലേ, ജാതകപ്രകാരം ഗാഥയ്ക്ക് ചാകാനുള്ള വിധിയുണ്ട്. പക്ഷെ നീയായിട്ട് സ്വന്തം മോൾക്ക് അങ്ങനെ ഒരു വിധി എരന്ന് വാങ്ങിക്കരുത്. പഴയ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങൾ പിഴച്ചോന്ന് ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യാം. നിന്നോട് കൂടി ചേർത്തിട്ടാ ഞാനിത് പറയുന്നത്.